ജോസി ബാബു ചേരുകയാണ്. ജോസി, ഈ വാർഡ് മെമ്പർ രമേശൻ പറയുന്നതനുസരിച്ച് കണ്ണൻ എന്ന പേരുള്ള ഒരാളെയാണ് കാണാതായിരിക്കുന്നത് എന്നാണ് ഈ വാർഡ് മെമ്പർ രമേശൻ പറയുന്നത്. അവരെല്ലാം തന്നെയും പാണാവള്ളിക്കാർ തന്നെയാണ്, ആ പരിസരത്തുള്ള ആളുകൾ തന്നെയാണ്, തുരുത്തിലുള്ളവർ തന്നെയാണ്, മറ്റാർക്കും ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ രമേശൻ പറയുന്നത്. ജോസിക്ക് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ വൈക്കം താലൂക്ക് ആശുപത്രിയിലുള്ള ആളുകളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? അജി, നമ്മൾ വൈക്കത്തേക്കുള്ള യാത്രയിലാണ്. കോട്ടയത്തു നിന്നും വൈക്കത്തേക്കുള്ള യാത്രാമതിയാണ് ഈ വിവരങ്ങൾ, നമ്മൾ ഫോണിൽ ലഭിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രദേശവാസിയായ ഒരാൾ തന്നെയാണ്, സുമേഷ് എന്ന ആളെയാണ് കാണാതായതെന്ന് പറയുന്നത്. ഈ സുമേഷ് തന്നെയാണോ ഇപ്പോൾ ഈ മെമ്പർ രമേശൻ പറഞ്ഞ കണ്ണൻ എന്ന ആൾ എന്നുള്ളത് വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ഒരാളെയാണ് കാണാതായിരിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കണ്ണന്റെ തന്നെ വിളിപ്പേരാണ് സുമേഷ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് ആ പേരിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് അവരുടെ ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ പോലീസിൽ നിന്നോ നേരിട്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ലഭിച്ച വിവരം സുമേഷ് എന്ന് തന്നെയാണ്. എന്തായാലും ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. ഈ മെമ്പർ പറഞ്ഞ പ്രകാരം ഈ സംസ്കാര ചടങ്ങുകൾ പാണാവള്ളിയിൽ നിന്നും കാട്ടിക്കുന്നിലെത്തി അവിടെ നിന്നും തിരികെ മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. പ്രദേശത്ത് ശക്തമായ തമ്മിൽ ചേരുന്ന സ്ഥലത്താണ് ഈ വലിയ ഭാഗത്തുണ്ട്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് ചെറിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. എന്തായാലും 30 പേരോളം സഞ്ചരിച്ച വള്ളമാണ് മറിഞ്ഞ് അപകടമുണ്ടായത്. വള്ളം മറിഞ്ഞ് ഉടൻ തന്നെ നാട്ടുകാരും സമീപത്തുള്ള മത്സ്യത്തൊഴിലാളികളും ഒക്കെയും ജോസി ദയവായി തുടരുക. ഇപ്പോൾ CK ആശ MLA നമുക്കൊപ്പം ചേരുകയാണ്. MLA, ഈ അപകടത്തെ പറ്റിയുള്ള വിവരം MLA അറിഞ്ഞോ? എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ MLAക്ക് ലഭിക്കുന്നത്? അപകടത്തെ പറ്റിയുള്ള വിവരം ഞാൻ ഉടനെ തന്നെ അറിഞ്ഞിരുന്നു. ഞാനിപ്പോ അങ്ങോട്ട് എത്താറായി. അവിടെ ഇപ്പോ പോലീസും ഫയർഫോഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്, സ്കൂബ റെസ്ക്യൂ ബോട്ടും സ്കൂബ സെറ്റ് ഉൾപ്പെടെയുള്ളവ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഇപ്പോ അതിന്റെ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും എല്ലാവരും ആ ഒരു രക്ഷാപ്രവർത്തനത്തിൽ നല്ല രീതിയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് മറ്റ് 29 പേരെയും രക്ഷിക്കാൻ സാധിച്ചത്. അപ്പോ ഇപ്പോ നമുക്ക് ഒരാളെയാണ് മിസ്സിംഗ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ എത്രയും വേഗം തന്നെ കണ്ടെടുക്കുന്നതിനാവശ്യമായ തിരച്ചിൽ ഊർജിതമായ രീതിയിൽ തന്നെ അവിടെ നടത്തി വരികയാണ്. ഓക്കെ MLA, ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. അതായത് ഈ കാണാതായ ആളുടെ ഡീറ്റെയിൽസ് MLAക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. ഞാൻ പനിയായിട്ട് വീട്ടിലായിരുന്നു ഇന്നലെ ഇന്നുമായിട്ട്. അപ്പം ഇത് അപകട വിവരം അറിഞ്ഞ് ഞാനിപ്പോ അങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ. ശരി MLA, CK ആശ MLA ആണ് ഇപ്പോൾ നമ്മോടൊപ്പം പ്രതികരിച്ചിരിക്കുന്നത്. MLA ആ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. MLAക്ക് കൂടുതൽ വിവരങ്ങൾ അതിനുശേഷം മാത്രമായിരിക്കും പങ്കുവെക്കാൻ കഴിയുക. അപകടം നടന്ന ഉടനെ തന്നെ MLAയും സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ജോസി ബാബു വീണ്ടും ചേരുകയാണ്. ജോസി, 29 പേരെയും രക്ഷപ്പെടുത്തിയെന്ന ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് നൽകാനുള്ളത്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ അപകടത്തെപ്പറ്റി നാട്ടുകാർ ഒപ്പം തന്നെ ഈ മെമ്പറും അടക്കം പറയുന്നത് ഈ സ്ഥലത്ത് നല്ല ഒഴുക്കുണ്ടായിരുന്നു, അടിയൊഴുക്കും ഒപ്പം തന്നെ കാറ്റുമുണ്ട്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ജോസിക്ക് ഈ സംഭവ സ്ഥലത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഒരു കാര്യം കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. നമ്മുടെ ഈ കണ്ണൻ എന്ന് തന്നെയുള്ള ആളുടെ പേരാണ്, ഔദ്യോഗിക പേരാണ് സുമേഷ്. കണ്ണനും സുമേഷും ഒരാൾ തന്നെയാണ്. പേര് 2 പേരുകളുണ്ട് ഈ അദ്ദേഹത്തിന്. ഒന്ന് വിളിപ്പേരും മറ്റൊന്ന് ഒഫീഷ്യൽ പേരുമാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അപകടം ഉണ്ടാകുന്നു. ഉടൻ തന്നെ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി 29 പേരോളം രക്ഷപ്പെടുത്തുന്നു. പിന്നീട് ആശുപത്രിയിലെത്തിയ ആളുകളിൽ നിന്ന് വിവരങ്ങളൊക്കെ തേടിയാണ് ഒരാൾ കാണാനില്ല എന്നുള്ള കാര്യം വ്യക്തത വരുത്തിയത്. ഇതിന്റെ ഭാഗമായാണ് വ്യാപകമായി പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നത്. നേരത്തെ നമ്മുടെ പഞ്ചായത്ത് അംഗം തന്നെ സൂചിപ്പിച്ചതുപോലെ ശക്തമായ ഒഴുക്കും അതോടൊപ്പം ആഴവുമുള്ള പ്രദേശമാണ്. 2 ആറുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒഴുക്കുണ്ട്. അത് രക്ഷാപ്രവർത്തനത്തിനെ ബാധിക്കുന്നുണ്ട്. ഈ പ്രദേശവാസികളൊക്കെ സാധാരണ ഇവിടെയുള്ള ചടങ്ങുകൾക്കൊക്കെ ഇങ്ങനെ വള്ളത്തിൽ സഞ്ചരിക്കാറുള്ളതാണ്. പ്രത്യേകിച്ച് ഈ വിവാഹ ചടങ്ങുകൾക്കൊക്കെ അവർ വള്ളത്തിൽ സഞ്ചരിച്ചാണ് ഇത്തരത്തിൽ എളുപ്പമാർഗത്തിൽ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത്. അത് അവർക്കൊക്കെ നീന്തൽ അറിയാവുന്ന ആളുകളുമാണ്. അവർക്ക് ഇത്തരത്തിലുള്ള സഞ്ചാരമാർഗങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളുമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇവർക്ക് സഞ്ചരിക്കുന്നതിന് മറ്റു ആശങ്കകളും പ്രശ്നങ്ങളും ഇവർക്കില്ല. സ്വകാര്യമായ വള്ളങ്ങളും അല്ലെങ്കിൽ സ്വന്തം വള്ളങ്ങളും ഉപയോഗിച്ച്
ഇങ്ങനെ വിവാഹ മരണ ചടങ്ങുകൾക്കൊക്കെ ഇവർ സഞ്ചരിക്കാറുള്ളത്. അങ്ങനെ സഞ്ചരിച്ചൊരു വള്ളമാണ് ദൗർഭാഗ്യവശാൽ അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ പ്രദേശത്തുള്ളൊരു യുവതി മരണപ്പെട്ടിരുന്നു. ആ മരണത്തിൽ പങ്കെടുക്കാൻ പാണാവളിയിൽ നിന്നും ഈ കാട്ടിക്കുന്ന് പ്രദേശത്തേക്ക് എത്തിയ വിനോദാദികളും സുഹൃത്തുക്കളുമൊക്കെയും സഞ്ചരിച്ച വള്ളമാണ് മറിഞ്ഞത്. വള്ളത്തിൽ 30ഓളം പേരുണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് വള്ളത്തിൽ ആളുകൾ കൂടുതൽ ഉണ്ടായിരുന്നു എന്നതാണ്. അതും ഈ അപകടത്തിന് കാരണമായിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് ആശ്വാസകരമായി നൽകാൻ കഴിയുന്ന വിവരം അപകടത്തിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഇപ്പോൾ ആശുപത്രിയിൽ കഴിയേണ്ട അവസ്ഥയും അപകട നില ആരുമില്ല. എല്ലാവരും അവിടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ള വിവരമാണ് ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം സമാന്തരമായി തന്നെ മുറിഞ്ഞമൊഴിയിൽ പുരോഗമിക്കുകയാണ്. 1 മണിയോട് കൂടിയാണ് ഈ വിവരം പുറത്തു വരുന്നത്. ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഇരു കരകളിൽ നിന്നുകൊണ്ട് ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഈ എറണാകുളം കോട്ടയം ജില്ലകൾക്ക് വേർതിരിക്കുന്ന അതിർത്തിയാണ് ഈ മുറിഞ്ഞമുഴ ഈ ആറിന്റെ ഇരു കരകളിലുമായി നിന്നുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. എന്തായാലും ഈ സുമേഷ് എന്ന കണ്ണനായുള്ള തിരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. സ്കൂബ ടീമിന്റെ അടക്കം നേതൃത്വത്തിലുള്ള അന്വേഷണം തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ആശ്വാസകരമായ വാർത്ത എന്തായാലും ഈ 29 പേരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചു. കുട്ടികളും അതോടൊപ്പം പ്രായമുള്ള ആളുകളും ഒക്കെയും ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. പോലീസും വൈക്കം പോലീസിന്റെ നേതൃത്വത്തിലും വൈക്കത്തു നിന്നും അതോടൊപ്പം കടുത്തുരുത്തിയിൽ നിന്നും അടക്കം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തുന്നത്. സ്ക്യൂബ ടീമും ഈ തെരച്ചിലിൽ ജോസി ദയവായി ഒന്ന് തുടരാമോ? ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സുകന്യ നമുക്കൊപ്പം ചേരുകയാണ്. പ്രസിഡന്റ്, ഈ അപകടത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രസിഡന്റിന് ലഭിച്ചിട്ടുണ്ടോ? കാണാതായ ആൾക്ക് വേണ്ടി ഇപ്പോഴും അവിടെ തെരച്ചിൽ തുടരുകയല്ലേ?